കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു അടിപൊളി മോരുകറിയാണ് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും മോരുകറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. എന്നാൽ നമ്മൾ കുമ്പളങ്ങയോ അല്ലെങ്കിൽ ചേന, കായ ഇതെല്ലാം ചേർത്തിട്ടാണ് മോരുകറി തയ്യാറാക്കാറില്ലേ? എന്നാൽ ഇതിൽ പച്ചക്കറികളൊന്നും തന്നെ ചേർക്കുന്നില്ല. ഒരു അടിപൊളി ക്രീമി ടേസ്റ്റി മോരുകറിയാണ്. ഒരു തവണ നമ്മളിത് ഉണ്ടാക്കി നോക്കൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഉണ്ടാക്കി കഴിക്കും. തയ്യാറാക്കാൻ വളരെ എളുപ്പം, ടേസ്റ്റോ അപാരമാണ് കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യോ. നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു 1/4 കപ്പോളം തേങ്ങ ചിരവി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വേണ്ട കേട്ടോ, ഒരല്പം മതിയാവും. ഇനി അതിലേക്ക് കുറച്ച് ജീരകം, നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്പം വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് 2 വെളുത്തുള്ളി അല്ലിയും കുറച്ച് ചുവന്ന ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. പിന്നീട് വേണ്ടത് നമുക്കിവിടെ തൈരാണ്. കട്ട തൈര് എടുത്തിട്ട് അതിൻ്റെ കട്ടയൊന്ന് ഉടച്ചെടുക്കണം. കട്ട ഉടച്ചാൽ മാത്രം മതി കേട്ടോ. മിക്സിയിലൊന്നും അടിച്ച് വെള്ളം പോലെയൊന്നും ആക്കണ്ട. നമുക്കിതിങ്ങനെ കുറുകിയ ചാറിലാണ് കറി കിട്ടേണ്ടത്. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ വെള്ളം പോലെ ആക്കിയാൽ അതിൻ്റെ ഗുണവും ടേസ്റ്റും ഒന്നും കിട്ടില്ല. നന്നായിട്ട് കട്ടയൊക്കെ ഒന്ന് ഉടച്ച് അവിടെ എടുത്ത് വെക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചേർത്താലാണ് നല്ല സ്വാദ് ഉണ്ടാവുക. കുറച്ച് തേങ്ങ മാത്രമേ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നമ്മൾ സാധാരണ മോരുകറി വെക്കുന്നത് പോലെ തന്നെയാണ്. എന്നാൽ പച്ചക്കറികളൊന്നും ചേർത്തിട്ടില്ല. അതിൻ്റെ പ്രിപ്പറേഷൻ ഒരു ചെറിയ മാറ്റം അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം കൂടി പറയണേ. ഈ സമയം കടുകും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് ഒരു ചെറിയ ഇഞ്ചി കഷ്ണം നൈസായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സവാള അല്ലെങ്കിൽ ഒരു സവാളയുടെ പകുതി മതി കേട്ടോ. അതൊന്ന് നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ചട്ടിയിലേക്ക് അതും കൂടി ചേർത്ത് കൊടുത്തു. കുറച്ച് പച്ചമുളകും, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, കുറച്ച് മുളക് പൊടിയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു വറ്റൽ മുളകും കൂടി പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. കരിയാതെ വെളിച്ചെണ്ണയിൽ അങ്ങനെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നല്ല പോലെ ഒന്ന് വഴന്ന് വരുന്നുണ്ട്. ചട്ടി നന്നായിട്ട് പഴുത്തിട്ടുണ്ടാവും. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്നും അങ്ങ് വഴറ്റി കരിക്കണ്ട കേട്ടോ. ഇതിപ്പോൾ അങ്ങനത്തെ ടേസ്റ്റ് ഒന്നും വരാൻ പാടില്ല. എന്നിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരല്പം കൂടുതൽ ഇരുന്നോട്ടെ, എന്നാൽ ചുവ അധികം പാടില്ല. നല്ലൊരു കളറ് വരുമ്പോൾ നല്ലൊരു രസമാണല്ലോ അല്ലേ. അതുകൊണ്ടാണ് ഒരു ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി എരിവിന് ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടിയാണ്. പച്ചമുളക് നമ്മൾ എരിവുള്ളതാണ് ചേർത്തത്. എരിവുള്ളതല്ലെങ്കിൽ കുറച്ചധികം മുളക് പൊടി ചേർക്കാം കേട്ടോ. അതൊക്കെ അവരവരെ ഇഷ്ടം പോലെ. എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അല്ലെങ്കിൽ സിമ്മിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്ത് വെച്ചു, പച്ചമണം ഒന്ന് മാറാൻ. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. മിക്സിയുടെ ജാറിലൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് അതും കൂടി ചേർത്ത് കുറച്ച് ഗ്രേവിയിലൊഴിക്കാം. നമ്മൾ തൈരും കൂടി ചേർക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം, കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ശ്രദ്ധിച്ചിട്ട് വേണം. അല്പം വെള്ളം ഒഴിച്ചു. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി പാകത്തിന് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. ഉപ്പ് കറക്റ്റ് ആയിരിക്കട്ടെ. കുറച്ച് തൈരും കൂടി ചേർക്കുമ്പോൾ ലേശം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, നോക്കിയിട്ട് മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. വെള്ളം ചേർത്തതാണ്. പിന്നെ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ആ ടേസ്റ്റ് മാറണം. സവാളയിലും ഇഞ്ചിയിലേക്കൊക്കെ ഈ തേങ്ങയുടെ അരപ്പൊക്കെ ഒന്ന് ചേർന്ന് പിടിച്ചൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്യുമ്പോൾ ഒന്ന് തണുത്ത് വരുമല്ലോ. അപ്പോൾ നമുക്കിതിലേക്ക് കട്ട തൈര് ഉടച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. തൈരിട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചട്ടി നന്നായിട്ട് പഴുത്തതായിരിക്കും. അപ്പോൾ പിന്നെ ഈ ചൂടൊക്കെ മതിയാവും. തൈരൊന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി കേട്ടോ. പതുക്കെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള മോരുകറി ഇതാ റെഡി ആയിട്ടുണ്ട്. ഒരല്പസമയം വെച്ചിരുന്ന സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരുടെ അഭിപ്രായം പറയൂ, ഉണ്ടാക്കി നോക്കണേ.
വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.